സജിൻ ബാബു സംവിധാനം ചെയ്ത തിയേറ്റർ എന്ന സിനിമ ഞാൻ കണ്ടു. അതിൻ്റെ ഒരു റിവ്യൂ പോലെയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിൻ്റ്, അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടോട്ടൽ അറ്റ്മോസ്ഫിയർ വളരെ യുണീക്കായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മൾ ഇതിൽ കാണാൻ പറ്റുന്നത്. കാരണം അത് സജിൻ ബാബുവിൻ്റെ ഇതിന് മുന്നത്തെ സിനിമകളിലും നമുക്ക് അറ്റ്മോസ്ഫിയർ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അസ്തമയം വരെയാണെങ്കിലും, അയാൾ ശശിയാണെങ്കിലും, ബിരിയാണി ആണെങ്കിലും, അദ്ദേഹം ആ ഒരു കാര്യത്തിൽ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആ ഒരു അറ്റ്മോസ്ഫിയർ കറക്റ്റായിട്ട് പിടിച്ചു കൊണ്ടുപോകുന്നില്ല. അതിലിപ്പോൾ നേച്ചർ എലമെൻറ്റ്സ് ആണെങ്കിൽ, കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളാണെങ്കിൽ, അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന വസ്ത്രത്തിൻ്റെ കണ്ടിന്യൂറ്റി തുടങ്ങിയ കാര്യങ്ങളിലൂടെ ചെറിയ ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചിലൂടെ അദ്ദേഹം നമ്മളെ ആ ഒരു സെപ്പറേറ്റ് വേൾഡിലോട്ട് അദ്ദേഹം കൊണ്ടുപോകണം. അത് അദ്ദേഹത്തിൻ്റെ വേൾഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ ഒരു ക്രാഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഒരു സെക്കൻഡ് പോയിന്റ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം പ്ലേസ് ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ പൊസിഷനാലിറ്റിയാണ്. വളരെ യുണീക്കായിട്ടുള്ള ഒരു പൊസിഷനാലിറ്റി കൊടുക്കുന്നുണ്ട്. ഓരോ കഥാപാത്രങ്ങൾക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ജസ്റ്റിഫിക്കേഷൻ കഥാപാത്രങ്ങൾ കൊണ്ട് പറയുന്നില്ലെങ്കിലും, പക്ഷെ അത് കാണുന്ന നമുക്ക് അവർ എന്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അവരുടെ ആക്ടിവിറ്റീസിലൂടെയോ അല്ലെ അവരുടെ ചുറ്റും നടക്കുന്ന കൂടിയോ അല്ലെന്നുണ്ടെങ്കിൽ ആ ജോഗ്രഫിയുടെ പ്ലേസ്മെൻറ്റിലൂടെയോ അദ്ദേഹം നമ്മൾക്ക് നന്നായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ ഈ സജിൻ്റെ മുൻ ചിത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിത്രം കുറച്ചുകൂടെ ഒരു വൈഡർ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ചിത്രം തയ്യാറാക്കിയിട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ പ്ലേസ് ചെയ്തേക്കുന്നത് വളരെ നല്ലതായിട്ട് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷനിലെ സർപ്പം പാട്ടെല്ലാം വളരെ മെറ്റിക്കുലസ് ആയിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു മോഡേൺ എലമെൻറ്റ്സ് കൊണ്ടുവരുമ്പോൾ തന്നെ അതിനോടൊപ്പം അതിൻ്റെ ആ ഒരു ഫോക്ലോർ അല്ലെങ്കിൽ ഒരു ദൈവികമായിട്ടുള്ള ഒരു ടച്ച് പോവാതെ തന്നെ അദ്ദേഹം അത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഓവർ എംഫസൈസ് ചെയ്തിട്ട് കാന്താര ലെവൽ കൊണ്ടുവരാനൊന്നും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ആ ഒരു ഇമോഷണൽ വെയിറ്റ് ലോവറായി പോയിട്ട് അതൊരു ഡിവോഷണൽ വെയിറ്റിലേക്ക് പടം പോകാമായിരുന്നു. ബട്ട് അദ്ദേഹം അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഡിവോഷണൽ വെയിറ്റിനെ അദ്ദേഹം ലെസ് ചെയ്തെന്ന് വേണം എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം ഒരു കൊമേഴ്ഷ്യൽ എലമെൻ്റ് ആയിട്ട് നമ്മളൊരു സിനിമ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിവോഷൻ കയറ്റി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഉത്തമ ഉദാഹരണമാണ് കാന്താര അല്ലെങ്കിൽ നന്ദനം തുടങ്ങിയ സിനിമകൾ. പെട്ടെന്ന് നമുക്ക് അതിന് മുന്നേ പണ്ട് കാലത്തൊക്കെ ഇഷ്ടംപോലെ ഡിവോഷണൽ സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടംപററി ആയിട്ട് നമുക്ക് നന്ദനം, ആമീനൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ലീഗിൽ പെടുത്താൻ പറ്റുന്ന സിനിമകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അതിലേക്ക് പോകാതെ തന്നെ അദ്ദേഹം ഗ്രൗണ്ടഡ് ആയിട്ട് ഒത്തിരി മിത്തിക്കലായിട്ടുള്ള എലമെൻസുകളൊന്നും കയറ്റാതെ വളരെ ഗ്രൗണ്ടിലായിട്ട്, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ആ കഥാപാത്രങ്ങളുടെ പൊസിഷനാലിറ്റിയാണ് നമുക്കത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് അതിനകത്തൊരു ഡിവോഷണൽ എലമെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിവോഷണൽ എലമെൻറ്റുമായിട്ട് നമുക്ക് അതിനെ എമ്പത്തൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കത് അറിയത്തില്ല എങ്ങനെയാണ് ഒരു ഡിവോഷണൽ എലമെൻറ്റ് അല്ലെങ്കിൽ ദൈവം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം തന്നെ പ്രകൃതിയുടെ എലമെൻസിൽ കൂടെയാണ് അദ്ദേഹം ഡിവോഷനെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അത് വളരെ ബ്രില്യൻ്റ് ആണ്. എസ്പെഷ്യലി സിനിമയിലുടനീളം തന്നെ നാഗങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് വളരെ ഒരേ സമയം അതൊരു ക്രീപ്പി ആയിട്ട് തോന്നുമെങ്കിലും ബട്ട് അതൊരു ഡിവോഷൻ്റെ ഭാഗമാണ്. കാരണം കാവുകളിലും അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. കാരണം വ്യക്തമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെന്ന് വേണം ഇതിൽ നിന്നൊക്കെ മനസ്സിലാവും. കാരണം അദ്ദേഹം മെറ്റിക്കുലസ് ആയിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബേസിസ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഡിവോഷണൽ എലമെൻറ്റുകളെ കുറിച്ച് തൽക്കാലം ഞാൻ ചർച്ച ചെയ്യുന്നില്ല. കാരണം ഭക്തി എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. ബട്ട് സജിൻ അങ്ങനെയുള്ള പല ഇഷ്യൂസും ഇതിനകത്ത് എവിഡൻ്റ്ലി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആ ഒരു വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ആ ഒരു സ്പിയറിൽ നിന്ന് നോക്കുന്ന ആളുകൾക്ക് അത് വളരെയധികം കണക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ക്ലൈമാക്സിൽ നടക്കുന്ന സർപ്പം പാട്ടും സർപ്പം തുള്ളലൊക്കെ ആയാൽ തന്നെ അത് കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും അതിൻ്റെ ഒരു എലമെൻ്റ് എന്താണെന്ന്. കാരണം എനിക്ക് തോന്നുന്നില്ല ഈ ഇടയ്ക്കൊന്നും മലയാള സിനിമയിലോ ഇന്നും ഇത്രയും ഡെപ്തിലുള്ള ഒരു വിഷയം പ്രതിപാദിച്ചിട്ടുണ്ടെന്ന്.
എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഇതിന് മുന്നേ കണ്ട ഒരു സിനിമയായിട്ട് എനിക്കതിനെ കമ്പയർ ചെയ്യണമെന്നുണ്ട്. ഈവൻ അത് ലോങ് ഡിസ്റ്റൻസ് പോലും കമ്പാരിസൺ ഇല്ല. അത് എൻ്റെ ചിലപ്പോൾ ബയസ് കൊണ്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. പൈതൃകം സിനിമ ആയിട്ട് എനിക്ക് ഇതിൻ്റെ ഒരു കോർ കൺസെപ്റ്റിനെ എനിക്ക് കോർത്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത്. അതിനകത്തും ഇതുപോലെ തന്നെ വിശ്വാസം ഏതാണ്, അവിശ്വാസം ഏതാണ്, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടെ എവിഡൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. യാഗം ചെയ്യുന്നതും പിന്നീട് മഴ പെയ്യുന്നതും ഒക്കെ വളരെ എവിഡൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിൽ നിന്ന് വരുന്ന ആ മാറ്റമൊക്കെ അതിൽ കുറച്ചുകൂടെ നമുക്ക്, അതായത് പ്രേക്ഷകനെ കുറച്ചുകൂടെ ഒരു ഫീഡ് ചെയ്യുന്നുള്ള രീതിയിലാണ്. കാരണം അതൊരു കുറച്ചുകൂടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള മൂവിയാണ്. പാട്ടുകളെല്ലാം വന്ന് നല്ല രീതിയിൽ, അതിൻ്റെ സൗണ്ട് ട്രാക്കൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. അതിൻ്റെ ഒരു പാരലൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് വെക്കാം. അതിനോട് തന്നെ ദേശാടനവും അല്ലെന്നുണ്ടെങ്കിൽ MTയുടെ നിർമാല്യം, അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു സോഷ്യൽ കമൻട്രികൾ ഈ സിനിമയിൽ വളരെ നല്ല എവിഡൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ലീഗിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയാണ്. പിന്നെ ആ സിനിമകളിൽ നിന്നൊക്കെ ഇതിന് വ്യത്യാസമാക്കുന്നതെന്ന് വെച്ചാൽ അന്നത് പറഞ്ഞു വന്നിരുന്ന കാലഘട്ടങ്ങളൊക്കെ വളരെ മുന്നേ ഉള്ള കാലഘട്ടം. ഈവൻ പൈതൃകം ഇറങ്ങിയിട്ടെന്ന് പോലും എനിക്കൊന്നൊരു 30 വർഷത്തോളം ആവുന്നുണ്ട്. അത്രയും പഴയ സിനിമയാണ് അതെല്ലാം. ഈ അടുത്ത കാലത്തൊന്നും നമ്മളുടെ ഈ ഭക്തിയോ നമ്മുടെ ഫോക്ക് ലോറിനെയോ നമ്മുടെ കൾച്ചറിനെയോ ഒന്നും അതിനെ ഒന്ന് പരിശോധിക്കാൻ പോലും ഒരു തരത്തിലുള്ള ഒരു ആരും മുന്നോട്ട് വന്നിട്ടുള്ളതായിട്ട് എനിക്ക് ഇടയ്ക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് തന്നെ ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അതിനോടൊപ്പം തന്നെ ഇതിന് കുറച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള എലമെൻസുകളും ഈ സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡെപ്ത് വളരെ നമുക്ക് സൂക്ഷിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചില റിവ്യൂസിനകത്ത് ഈ സിനിമയുടെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ സിനിമ ട്രാക്ക് മാറി പോകുന്നതായിട്ടും ഒത്തിരിയധികം കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നതായിട്ടും പരാജയപ്പെടുന്നതായിട്ടൊക്കെ ചിലർ റിവ്യൂ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവരുടെ ഒരു ഒബ്ജക്റ്റിവിറ്റി ആയിട്ടുള്ള ഒരു തോന്നലായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഈ സിനിമ ഇത്രയും നറേറ്റ് ചെയ്തു വരുമ്പോൾ അതിനകത്തുള്ള ഒരു മൾട്ടി ലീനിയർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒരേ സമയം സംഭവിക്കുന്ന ഒരു ഇതാണ്. അതായത് ആ ഇനിഷ്യൽ ഹാപ്പനിങ് കഴിഞ്ഞ ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ക്രൈസിസ് വരുന്നതിന് ശേഷം ഈ സിനിമയിൽ കുറേ വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വേരിയബിൾസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെ മിനിമലായിട്ട് തന്നെ സ്ക്രീനിൽ നിർത്തിക്കൊണ്ട് അതിൻ്റെ മാക്സിമം ഇമ്പാക്റ്റ് കൊണ്ടുവരാനാണ് ഡയറക്ടർ ഇതിൽ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും നമുക്ക് ചില ആൾക്കാർക്ക് ഈ ഇൻഫർമേഷൻ ഓവർലോഡ് കാരണം ഒരു ക്ലട്ടറിങ് സംഭവിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. ബട്ട് ഇത് ഇവഞ്ച്വലി ലക്ഷ്യം വെച്ചത് ഒരു വൈഡർ ഓഡിയൻസിന് വേണ്ടിയിട്ടാണെന്ന് ആ ഒരു സാഹചര്യത്തിൽ ചെറിയ ഡൗട്ട് തോന്നും. അതുകൊണ്ടായിരിക്കും പല ആൾക്കാർക്കും ആ ഒരു സമയത്തും, അതായത് ഒരു ഇനിഷ്യൽ ആക്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ക്രൈസിസ് മൊമെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഡിസ്കണക്റ്റ് ഫീൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ മണ്ണും മനുഷ്യനും ഭക്തിയും വിശ്വാസവും ദൈവവും തുടങ്ങിയ ഒരു മൾട്ടി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നറേഷനുണ്ട്. അതൊരു ഏജന്റൽ റിയലിസ്റ്റ് മെൻറ്റാലിറ്റിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ചേർന്നതാണ് നമ്മളുടെ ഒരു എക്സിസ്റ്റൻസ്. അതായത് ഞാൻ എന്നുള്ള വ്യക്തി, പിന്നെ എൻ്റെ കുടുംബം, അല്ലെ എൻ്റെ സമൂഹം, അല്ലെ എന്നെ ഈ ഫിസിക്കലായിട്ടുള്ള എനിക്ക് വേണ്ടുന്ന ആട്രിബ്യൂഷൻസ്, അല്ലെങ്കിൽ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ കാറ്, അങ്ങനത്തുള്ള എല്ലാം ചേരുന്നതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസം, പിന്നെ നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകൾ, ഉദാഹരണത്തിന് നമ്മുടെ ഗ്രാമം, അതിനടുത്തുള്ള ചിലപ്പോൾ ഒരു കുളമുണ്ടെങ്കിൽ കുളം, ആ കായൽ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അപ്പോൾ അതിൽ കഥാപാത്രങ്ങൾ ഉപയോഗിക്കുന്ന വള്ളം, അല്ല അവരുടെ തുരുത്ത് ചുറ്റപ്പെട്ട് കിടക്കുന്ന. കാരണം ഈ സിനിമ എനിക്ക് കുറച്ചുകൂടെ റെസൊനേറ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിതുപോലെ വളരെ ഒരു വില്ലേജിൽ താമസിച്ച് ഇതുപോലെ തുരുത്തിൽ താമസിച്ച ഒരു വ്യക്തിയാണ്. മൺട്രോ തുരുത്തായിരുന്നു എൻ്റെ സ്വദേശം. അപ്പം നമ്മൾ പലപ്പോഴും വള്ളത്തിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയും കാവും അമ്പലവും കുളവും എല്ലാം ഉണ്ട്. വളരെ അധികം ദൈവവിശ്വാസമുള്ള ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മറ്റുള്ള ചില ഈ ന്യൂ ജനറേഷൻ ബേസ് ചെയ്തിട്ടുള്ള പല വസ്തുതകളും ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജെൻസിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ മറ്റുള്ളവരുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കാത്ത രീതിയിലുള്ള ഒരു പീപ്പിംഗ് ആണ് ഈ നമ്മൾ ക്യാമറയുമായിട്ട് അല്ലെങ്കിൽ ഒരു സെൽഫി സ്റ്റിക്കുമായിട്ട് നടന്നിട്ട് ഒരാൾക്കും ഒരു തരത്തിലുള്ള റെസ്പെക്റ്റ് കൊടുക്കാതെ നമ്മൾ അവരുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് കടന്നു കയറുന്നതും, ആ വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ ചെയ്യുന്നതും, അതിനെ തുടർന്ന് പിന്നീട്
ഒരു കാശ് സമ്പാദിക്കുന്നതും പിന്നെ മെഡിക്കൽ ഫീൽഡിലെ എത്തിക്സിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നു. ഇതിനകത്ത് ആ ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് അവരെ രക്ഷിക്കാൻ വരുന്ന ആൾക്കാരുടെ ഇൻറ്റൻഷനും ആ ഒരു രക്ഷിക്കാൻ വരുന്ന ആൾക്കാർക്ക് ആ ഒരു ഇൻസിഡൻറ്റിനെ തുടർന്നുണ്ടാകുന്ന സാമ്പത്തിക നേട്ടവും മറ്റുമൊക്കെ വളരെ എവിഡൻ്റായിട്ട് ഇതിൽ കാണിക്കുന്നത് നമുക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല സത്യങ്ങളെയും അതിനെ മറ്റൊരു ആംഗിളിൽ നിന്നുകൂടി നോക്കിക്കാണാൻ ഈ സംവിധായകൻ നമ്മൾ പ്രേരിപ്പിക്കണം. അതാണ് അദ്ദേഹം മിത്ത് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്നത് തന്നെയാണോ റിയാലിറ്റി, അതോ അതിന് മേളിൽ മറ്റൊരു ലെയർ ഉണ്ടോ? ഇപ്പം നമ്മളെല്ലാം ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്താണ് ജീവിക്കുന്നത്. നമ്മൾ സത്യമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇന്ന് സത്യമല്ല. അത് അവർ പല ആൾക്കാരുടെ ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു ഇതിനകത്ത് അവർ എഴുതിയേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു നോക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം നമ്മളെ ഈ റിയാലിറ്റിയുടെ പിന്നിലുള്ള മിത്ത് അല്ലെങ്കിൽ മിത്തിൻ്റെ പിന്നിലുള്ള റിയാലിറ്റി ഇത് രണ്ടും കൂടെ കൂടിക്കലർന്നിരിക്കുന്ന ഒരു ഏജൻ്റ് റിയലിസ്റ്റ് മെൻറ്റാലിറ്റിയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഒരു നറേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ അതിൻ്റെ ഗോള് കറക്റ്റായിട്ട് എയിം ചെയ്തിട്ടുണ്ട്. സംവിധാനം എന്താണോ ഉദ്ദേശിച്ചത് അത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റി. പിന്നെ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്ക് വളരെ റിയൽ ആൻഡ് റസ്റ്റിക് ആയിരുന്നു. ആ സിനിമയുടെ മൊത്തത്തിലുള്ള നറേഷനെ അതിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ എഡിറ്റർ അപ്പു ഭട്ടതിരിയുടെ എഡിറ്റിംഗ് വർക്കും വളരെ നല്ലതായിരുന്നു. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, സൗണ്ട് ഡിസൈൻസ് അതെല്ലാം നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു സജിൻ തന്നെയാണെന്ന് തോന്നുന്നു എൻ്റെ സൗണ്ട് ഡിസൈനൊക്കെ ചെയ്തത്. അതും വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയത്തൊക്കെ ഉള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിൽ മൊത്തത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കളർ ടോണൊക്കെ ആ ഒരു സിനിമയുടെ ആ ഫീലിനെയൊക്കെ ശരിക്കും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. സർപ്പക്കാവ് അങ്ങനത്തുള്ള സംഭവങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഡയലോഗ്സുകളൊക്കെ ആയാൽ തന്നെ വളരെ നാച്ചുറലായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് എടുത്ത് പറയത്തക്ക പ്രകടനം സരസ ബാലുശ്ശേരിയുടെയും റിമ കല്ലിക്കലിൻ്റെയും വളരെ നല്ല പ്രകടനമായിരുന്നു. അതുപോലെ തന്നെ ഡെയിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം നമുക്ക് കാണാൻ പറ്റി. അദ്ദേഹത്തിന് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. പിന്നീട് പ്രമോദ് വെല്ലിയനാട് വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നീട് എനിക്ക് പേരറിഞ്ഞൂടാത്ത കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. അവരെല്ലാം ആൻസലീം നല്ല ഒരു വേഷമാണ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ കഥാപാത്രം വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒട്ടനധികം കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. അതായത് ആ സിനിമയുടെ ഒരു പശ്ചാത്തലം ആ തുരുത്തിൽ നിന്നും പിന്നീട് ഒരു നഗരത്തിലേക്ക് മാറുന്ന സമയത്ത് ഒത്തിരി കഥാപാത്രങ്ങൾ ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട്, പല രീതിയിലുള്ള കഥാപാത്രങ്ങൾ. അപ്പോൾ ആ കഥാപാത്രങ്ങൾ ഇൻട്രൊഡ്യൂസ് ആവുന്നതും അപ്പോൾ അവിടെ വെച്ചിട്ട് സിനിമ ഒരു അബ്രപ്റ്റ് ബ്രേക്കാണ് എടുക്കുന്നത്. സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ജോഗ്രഫി ചേഞ്ച് ആവുന്നതോടുകൂടിയാണ് കാണുന്ന ആൾക്കാർ ആ ജോഗ്രഫിയിൽ നിന്നും നഗരത്തിൻ്റെ ജോഗ്രഫിയിലോട്ട് സ്വിച്ച് ആവാനുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം ചില ആൾക്കാർ ക്രിട്ടിക്കലായിട്ട് പറഞ്ഞ പോയിന്റ്സിൻ്റെ പിന്നിലുള്ള ഒരു നേച്ചർ എന്ന് വേണം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം നമ്മളത് പ്രിപ്പയർഡായിട്ട് ഇരുന്നത് കണ്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് നമ്മൾ ആ തുരുത്തിൽ നിന്നും ആ കാവിൽ നിന്നും അവിടെ നടക്കുന്ന സംഭവങ്ങളിൽ നിന്നും അമ്മയും മോൾ എന്നുള്ള രണ്ട് കഥാപാത്രങ്ങളിൽ നിന്നും പെട്ടെന്ന് തന്നെ ഒരു 10, 40, 50 കഥാപാത്രങ്ങൾ അവരുടെ ചുറ്റും വരുമ്പോഴത്തേക്ക് നമുക്കതങ്ങോട്ട് പെട്ടെന്ന് കണക്റ്റ് ആവുന്നു. അതുമാത്രമല്ല കഥാപാത്രങ്ങൾ പെർസ്പെക്റ്റീവ് അപ്പോൾ തന്നെ മാറുകയാണ്. അമ്മയുടെയും മോളുടെയും പെർസ്പെക്റ്റീവിൽ നിന്നും പിന്നെ ആശുപത്രിയും പിന്നെ മറ്റുള്ള ആൾക്കാരും പിന്നെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, ചാരിറ്റി പ്രവർത്തകരെ തുടങ്ങിയ ആ ഒരു ആംഗിളിലേക്ക് പടം പോകുന്നതും പിന്നീട് ആ പടം തിരിച്ച് ആ തുരുത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ ആ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിലോട്ട് നമ്മൾ അടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് ആ ഒരു അത്രയും ഹാപ്പനിങ് വരുന്നത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ചിലപ്പോൾ ഒരു ഇൻഫർമേഷൻ ഓവർലോഡ് പ്രേക്ഷകരിൽ വന്നുകൊണ്ടായിരിക്കും ചില ആൾക്കാർക്ക് അതിനെപ്പറ്റി ഒരു കണക്ഷൻ ലോസ് സംഭവിച്ചെന്ന് വേണം നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ ഈ സിനിമയിൽ ഒരു തരത്തിലുള്ള ഒന്നിനെയും സംവിധായകൻ എൻഡോസ് ചെയ്യാനോ ഒരു തരത്തിലുള്ള ഒരു ഐഡിയോളജിയും സംവിധായകൻ താഴ്ത്തിക്കെട്ടാനും ഒന്നും ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ഫുള്ളായിട്ട് പ്രേക്ഷകരുടെ വില്ലിന് വേണ്ടിയിട്ട് വിടുകയാണ്. അത് ഒരു വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ പ്രേക്ഷകർ ഒത്തിരി സ്പൂൺ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇപ്പം പല സിനിമകളിലും അങ്ങനത്തെ ഒരു സ്പൂൺ ഫീഡിങ് നറേറ്റീവ്സ് കൊണ്ടുവരാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സജിൻ്റെ ഒരു ചിത്രത്തിലും അങ്ങനെ സ്പൂൺ ഫീഡിങ് നറേറ്റീവ് വന്നിട്ടില്ല. അദ്ദേഹം വളരെ ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്ലൈമാക്സ് ആണ് അദ്ദേഹത്തിൻ്റെ പല സിനിമയിലും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ പക്ഷേ ഈ ഒരു സിനിമ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ബിരിയാണി പോലത്തുള്ള അത്ര ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് അല്ല സിനിമയിലുള്ളത്. കുറച്ച് ക്ലോസ്ഡ് എൻഡ് ആയിട്ടുള്ള ക്ലൈമാക്സ് ആണ്, ഒരു 50% ക്ലോസ്ഡ് എൻഡ് ആയിട്ടുള്ള ക്ലൈമാക്സ് ആണ്. ബട്ട് എന്നിരുന്നാലും അദ്ദേഹം പല കാര്യങ്ങളും എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റ് ചെയ്യാതെ അതിൻ്റെ ഒരു ന്യൂവാൻസസ് പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം പ്രേക്ഷകൻ്റെ ഇൻ്റലിജൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ആ ഒരു ആസ്പെക്റ്റിലും സിനിമ നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ എനിക്ക് ഫീൽ ചെയ്ത ചെറിയ ഡൗൺ ആസ്പെക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് അദ്ദേഹം ഒരു വൈഡർ ഓഡിയൻസിന് വേണ്ടിയിട്ട് ആണ് അദ്ദേഹം ഇപ്പോൾ പ്രൊമോഷനൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസൊക്കെ കൊടുത്ത് തിയേറ്ററിലൊക്കെ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം ആ സിനിമയുടെ അപ്രോച്ചിനെ ആ ഒരു കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുവരാമായിരുന്നു. എസ്പെഷ്യലി ഇപ്പം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ദേശാടനം, പൈതൃകം പോലുള്ള സിനിമകളായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടെ സ്കോപ്പ് ഉണ്ടായിരുന്ന സിനിമയായിരുന്നു. കാരണം നാഗങ്ങളും അങ്ങനത്തുള്ള സംഭവങ്ങളും ഡിവോഷനൊക്കെ വരുമ്പം അത് കുറച്ച് മ്യൂസിക്കലി സിനിമ എലിവേറ്റ് ചെയ്യാമായിരുന്നു. അത് അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആ ഭക്തി എലമെൻറ്റ് കുറച്ചുകൂടെ ആൾക്കാർക്ക് കണക്റ്റ് ആയിരുന്നു. ബട്ട് സംവിധായകന് അദ്ദേഹത്തിൻ്റെ അതിനുള്ള റീസൺ ഉണ്ട്. കാരണം അദ്ദേഹം ഭക്തി ഫോക്കസ് ചെയ്തിട്ടല്ല സിനിമ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്കതിൻ്റെ ഒരു പേഴ്സണൽ ബയസായിട്ട് തോന്നിയതാണ്. പിന്നെ ഇതിൻ്റെ മേക്കപ്പ് സെഷൻ നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം. കാരണം എനിക്ക് തോന്നുന്നു ഈ സിനിമ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റിൽ എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക് വളരെ നല്ലതായിരുന്നു. ഇതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് മറ്റൊന്നും സൂചിപ്പിക്കാനില്ല. പിന്നെ ചില ആൾക്കാർ ഇതിൻ്റെ, ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, ചിലർക്ക് ലാഗ് അടിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ ഒരു സൈലൻസും പിന്നെ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒച്ചകളും എല്ലാം അവർ യൂട്ടിലൈസ് ചെയ്തേക്കുന്നത്. സിങ്ക് സൗണ്ടിൽ ചെയ്ത സിനിമയാണെന്നാണ് എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ സിങ്ക് സൗണ്ടിൻ്റെ ന്യൂആൻസസും ആ അറ്റ്മോസ്ഫിയറും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും മ്യൂസിക് കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് എന്നിരുന്നാലും ഇതൊരു വൈഡർ ഓഡിയൻസിന് അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ കൊടുക്കാമായിരുന്നു. അത് ജസ്റ്റ് എൻ്റെ ഒരു സജഷൻ ആയിരുന്നു. പക്ഷേ അത് കൊടുത്തിരുന്നെങ്കിൽ ഈ സിനിമയുടെ ഞാനിപ്പോൾ ഈ കണ്ട ഫീൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. ബട്ട് അതെൻ്റെ ഒരു പേഴ്സണൽ സജഷൻ മാത്രമാണ്. സജിന് ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. താങ്ക് യു.